നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് ജർമ്മനി കളിക്കാനിറങ്ങിയാണ്. കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലും ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായ ടീമാണ്. ഇത്തവണ പക്ഷേ അവർ മികച്ച പ്രകടനം നടത്തി മുന്നേറാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കോച്ച് ജൂലിയൻ നഗൽസ്മാൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട കൂട്ടത്തിൽ പറഞ്ഞത് തുടക്കത്തിലെ മത്സരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നാണ്. ഇന്നത്തെ മത്സരം രാത്രി ഇന്ത്യൻ സമയം 10:30. എതിരാളികൾ കുറസാവോയാണ്. ആദ്യമായിട്ട് വേൾഡ് കപ്പിനെത്തുന്ന ടീമാണ്. പക്ഷേ അവരുടെ കോച്ച് അകരെയല്ല, ഡിക് അഡ്വക്കേറ്റ് ആണ്. സോ ഇതിഹാസ പരിശീലകൻ്റെ കീഴിൽ അവരെന്ത് മാന്ത്രികത കാണിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇന്നലെ ഡിക് അഡ്വക്കേറ്റ് പറഞ്ഞത് അപ്സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് പോസിബിളാണ്. ആ ഡിസയർ ഉണ്ടാവുക, നന്നായിട്ട് കളിക്കുക. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്വാളിഫൈ ചെയ്യുക അടുത്ത റൗണ്ടിലേക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് ജർമ്മനി മറ്റേത് ടീം എന്നില്ല, അവരെ അട്ടിമറിക്കുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമാണ് എന്ന് ഡിക് അഡ്വക്കേറ്റ് പറയുമ്പോൾ അതൊരു വാർണിംഗ് സിഗ്നലാണ്. ഇന്നലെ ജൂലിയൻ നഗൽസ്മാൻ പറഞ്ഞ് നോക്കുക, നാളത്തെ കളി, ഇന്നലെ അദ്ദേഹം പറയുകയാണ്, നാളത്തെ കളി DFB പോക്കലിൻ്റെ ഫസ്റ്റ് റൗണ്ട് പോലെയാണ്. അതായത് ജർമ്മൻ ഫുട്ബോളിലെ കപ്പ് കോമ്പറ്റീഷൻ DFB പോക്കൽ നമുക്കറിയാലോ. ആദ്യ റൗണ്ടിലൊക്കെ ലോവർ ഡിവിഷനിലെ ടീമുകളോടായിരിക്കും ബൂണ്ടസ് ലീഗയിലെ ടീമുകൾ ഏറ്റുമുട്ടുക. അപ്പോൾ സംഗതി എളുപ്പമായിരിക്കും. ചെറിയ ടീമാണെന്ന് പറയുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ചെറിയ ടീമുകൾ മെയ് മറന്നൊരു പോരാട്ടം അങ്ങ് നടത്തിയാൽ, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ്റെ ഒരു പോരാട്ടവീരി ഉണ്ടല്ലോ, അത് പുറത്തെടുത്താൽ ചിലപ്പോൾ വമ്പന്മാർക്ക് പണി കിട്ടും. അതുകൂടി ജൂലിയൻ നഗൽസ്മാൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ടുമാറോ ഈസ് ബിറ്റ് ലൈക്ക് ദി ഫസ്റ്റ് റൗണ്ട് ഓഫ് ദി DFB പോക്കൽ. നമ്മൾ ഒരു സ്മോളർ ടീമിനെ ഫേസ് ചെയ്യുന്നു, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അങ്ങനെ വരുന്ന എതിരാളികൾ തീർച്ചയായിട്ടും വളരെ ഡേഞ്ചറസ് ആയിരിക്കും. അവർക്ക് ഇപ്പം കുറസാവയുടെ കാര്യത്തിൽ അവർക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കോച്ചുണ്ട്, ഡിക് അഡ്വക്കേറ്റ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കൃത്യമായ പ്ലാനുകൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗെയിമാണ്, ഒരു മേജർ ടൂർണമെൻറ്റിലെ ഫസ്റ്റ് ഗെയിം. അത് ജയിക്കണം, 3 പോയിൻ്റ് നേടണം. ഓഫ് കോഴ്സ് വി വാണ്ട് ടു പ്ലേ എ ഗുഡ് ഗെയിം. പക്ഷേ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കോൺഫിഡൻസ് ഉണ്ടാക്കാനും അത്യാവശ്യമാണ് എന്ന് ജൂലിയൻ നഗൽസ്മാൻ പറയുന്നു. ഇനിയുള്ള ചോദ്യം, ആരൊക്കെ ഇറങ്ങും? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു, ജർമ്മൻ ക്യാമ്പിൽ വളരെ എക്സസീവ് ഹീറ്റാണ്. 41 ഡിഗ്രി ചൂടിലൊക്കെയാണ് അവർ ട്രെയിനിങ് നടത്തിയിരുന്നത്. ഐസ് വേസ്റ്റൊക്കെ അവർക്ക് സ്പോൺസേഴ്സ് കൊടുക്കുന്നതും, അതുപോലെ തന്നെ ഫാന് പ്രത്യേക രൂപത്തിൽ വെള്ളം ഇങ്ങനെ വേപ്പർ രൂപത്തിൽ വരുന്ന ഫാൻ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടി കോച്ച് പറയുന്നുണ്ട്, ആരൊക്കെ കളിക്കും. അദ്ദേഹം പറയുന്നു, ഗൈസ് ട്രെയിൻഡ് വെരി വെൽ ആൻഡ് ഗവ് എവറിത്തിങ് ഡിസ്പൈറ്റ് ദി ഹീറ്റ്. അതാണ്, നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ടീമിൻ്റെ അറ്റ്മോസ്ഫിയർ വളരെ നല്ലതാണ്. ഞാൻ വളരെ കോൺഫിഡൻ്റാണ് നാളത്തെ കളിയിലേക്ക്. പിന്നെ ക്വാളിഫയേഴ്സിന് ശേഷം സ്ക്വാഡ് നല്ല രൂപത്തിൽ തന്നെ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നാണ് ജൂലിയൻ നഗൽസ്മാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതിന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞ ചില പേരുകളുണ്ട്. മാനുവൽ ന്യൂയർ സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ നഥാനിയൽ ബ്രൗൺ സ്റ്റാർട്ട് ചെയ്യും, ജമാൽ മുസിയാല സ്റ്റാർട്ട് ചെയ്യും. കുറസാവോക്കെതിരെ ഈ താരങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അദ്ദേഹം പറയുന്നുണ്ട്. മുസിയാലയുടെ കാര്യത്തിൽ കോച്ച് കൃത്യമായിട്ട് പറയുന്നു, ഹി ഓൺലി ഗെറ്റ്സ് ഇൻ ടു റിതം ഇഫ് ഹി ഗെറ്റ്സ് പ്ലേയിങ് ടൈം. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് റിതം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. സോ ഹി വിൽ ഗെറ്റ് ദാറ്റ് ടുമാറോ എന്നാണ് ജൂലിയൻ നഗൽസ്മാൻ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഈസി ഗോയിങ് മാച്ച് എന്ന രൂപത്തിലാണ് കോച്ച് കാണുന്നുള്ളത് വ്യക്തമാണ്. താരത്തിന് പ്ലേയിങ് ടൈം കൊടുക്കാൻ വേണ്ടി, അല്ലേ, അതിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു കളി എന്ന രൂപത്തിൽ കോച്ച് ഇതിനെ കാണുന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അവരുടെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെ ഉണ്ടാവും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ജർമ്മൻ മാധ്യമം ബിൽഡ് നൽകിയ വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് മാനുവൽ ന്യൂയർ, ഡിഫൻസിൽ തായും ഷോൾട്ടർ ബാക്കും ഉണ്ടാവും, ഒപ്പം കിമ്മിച്ചും ബ്രൗണും. മധുരയിലേക്ക് വരുമ്പോൾ എൻമേച്ചയും പാവ്ലോവിച്ചും ഉണ്ട്. പിന്നെ മുന്നേറ്റത്തിൽ സാനെ, മുസിയാല, വേർഡ്സ്, പിന്നെ മുന്നേറ്റത്തിൽ ഗോൾ അടിക്കാനായിട്ട് കൈ ഹാവേർട്സ്. ഈ രൂപത്തിലുള്ള ഒരു 11 കൊണ്ട് അവർ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുണ്ടാവിനെ ഇറക്കണം മുസിയാലക്ക് പകരം എന്ന രൂപത്തിലുള്ള തർക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. തോമസ് മുള്ളർ അങ്ങനെ പറഞ്ഞിരുന്നു, യർഗൻ ക്ലോപ്പ് അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ അത് തള്ളിക്കളയുകയാണ് ഏതായാലും ജൂലിയൻ നഗൽസ്മാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ളൊരു 11 കൊണ്ട് ജർമ്മനി ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറുഭാഗത്ത് മയാമി ഫുട്ബോൾ ക്ലബിൻ്റെ, ഇൻ്റർ മയാമി അല്ല, മയാമി ഫുട്ബോൾ ക്ലബിൻ്റെ റൂം, അതുപോലെ തന്നെ ഐന്തോവൻ്റെ ഒബിസ്പോ, അബ്ഹയുടെ ഗാരി
പിന്നെ ഫോൺവില്ലെ, അതുപോലെ ബസോയർ, പിന്നെ ഫ്ലോറനസ്, അതുപോലെ തന്നെ ബക്യൂഞ്ഞ സഹോദരന്മാർ, കൂടാതെ FC യൂറിച്ചിൻ്റെ കമനൻസിയ, ഷെഫീൽഡിൻ്റെ ചോങ്, മയാമിയുടെ ലൊക്കാഡിയ, മയാമി എന്ന് പറഞ്ഞാൽ ഇൻ്റർ മയാമി അല്ല, മയാമി CFൻ്റെ ലൊക്കാഡിയ, ഈ താരങ്ങളെ വെച്ചുകൊണ്ട് ഡിക്ക് അഡ്വക്കേറ്റ് തൻ്റെ ടീമിനെ ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജർമ്മനിയെ പ്രതിരോധിക്കാൻ തന്നെ തയ്യാറായിട്ടാണ് അവർ വരുന്നത്. പക്ഷെ അവർക്കത് എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒന്നുകിൽ ഒരു കുഞ്ഞൻ ടീമിന് മേൽ ജർമ്മനി അങ്ങ് പെയ്തിറങ്ങും, അതല്ലെങ്കിൽ വല്ലാത്തൊരു ഫൈറ്റ് നടത്തി ജർമ്മനിയെ കുർസാവോ ബുദ്ധിമുട്ടിക്കും. അത് ജൂലിയൻ നഗൽസ്മാൻ പറഞ്ഞാണ് എൻ്റെ കാര്യം. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ടീമുകളെ നമ്മൾ പേടിക്കണം, അവർ ഡേഞ്ചറസ് ആയിരിക്കും. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇന്ന് രാത്രി 10:30 കളിക്ക് ജർമ്മനി ഏത് രൂപത്തിലുള്ള പ്രകടനം പുറത്തെടുക്കുമെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.